Good morning. Good morning. Okay, വേറെ ആരും ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. റിവിഷൻ ആയതുകൊണ്ടാണോ? എന്താ ഈ പഠനമൊക്കെ എവിടെ വരെയായി നിങ്ങളുടെ? പഠിക്കുന്നുണ്ടോ? ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. എല്ലാവർക്കും കൂടി ആവുമ്പോ ഒരുപാട് ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ടല്ലേ. ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോ. ടീച്ചർ ഇതെല്ലാം കാണാതെ പഠിക്കാൻ പറ്റുമോ? എല്ലാരും ഈ ചാപ്റ്റേഴ്സ് ഇതെല്ലാം കാണാതെ പഠിക്കാൻ പറ്റുമോ? ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ എന്താ പറയാ, നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ, എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പോ ഫുള്ള് ബൈ ഹാർട്ട് നമുക്ക് സ്കൂളിൽ പഠിച്ചാലേ അത്രയും പറ്റുമോ? ഇതിപ്പോ എന്താന്ന് വെച്ചാ നമുക്ക് അതാണ്, നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് എടുക്കുക നിങ്ങള്. അപ്പൊ അതിനകത്ത് നമുക്ക് കുറെയൊക്കെ വായിക്കുമ്പോ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ്, പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, കുറെ മോക്ക് ടെസ്റ്റിലായിട്ട് തന്നെ ഉണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട്. അതൊക്കെ ഒരുവിധമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? അതായത് ഫുള്ള് പറ്റും ടീച്ചർ, പറ്റും. എന്താണ് ജാസ്മിൻ? അല്ല, പറ്റും ടീച്ചർ, അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാ ചോദിച്ചാൽ അത് ഫുള്ള് ബൈ ഹാർട്ടായിട്ട് ഇപ്പോ ഈ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മിക്ക എല്ലാം നമ്മുടെ തന്നെ ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ ഫുള്ള് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മളത് വായിക്കുമ്പോ തന്നെ നമ്മളെ പോയിന്റ്സുകൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഓരോരുത്തർക്കും ഇപ്പൊ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ആണെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി ഏകദേശം അതൊക്കെയായിട്ട് കണക്ട് ചെയ്യുന്ന വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടല്ലോ, കാണാതെ ഫുൾ എക്സാം മറ്റത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ട പോലെ ഫുൾ ആയിട്ട് എസ്സേ പോലെ ഒന്നും എഴുതണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ എന്തായാലും ആൻസർ അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മൈൻഡിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ അതിനാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ പറയുന്നത്. റിവിഷൻ ആണെങ്കിലും നമ്മൾ ഇവിടെ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നമുക്ക് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നിപ്പോ നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾ ഇത് ഒന്നോടെ വായിച്ച ഒരുവിധം ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് HA1-ന്റെയും HA2-ന്റെയും എക്സാം കഴിഞ്ഞു. എക്സാം എന്ന് വെച്ചാൽ നമുക്ക് മൊഡ്യൂൾ വൈസ് ഉള്ള എക്സാം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം കഴിഞ്ഞു, തേർഡ് ഫോർത്തിന്റെയും മൊഡ്യൂൾ എക്സാം കഴിഞ്ഞു. ഈ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾക്ക് മോഡൽ ആയിട്ട് സാറ്റർഡേ അവർക്ക് മോഡൽ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒരുവിധം മിക്കവാറും കുട്ടികൾ എന്താ ഡെയിലി അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരുവിധം നല്ല മാർക്ക് ഉണ്ട്. എന്നിട്ട് ആൻമരി ആ കൊച്ചിന് ഔട്ട് ഓഫ് 60 ആ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഫുള്ളറ്റ്. എന്നാൽ തീരെ മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പൊ ഇത് തന്നെയെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എന്താ പറയാ 10-60 ക്വസ്റ്റ്യൻസിന്ന് നമുക്കൊന്നും ഔട്ട് ഓഫ് 60-ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് 8 മാർക്ക്, ഏറ്റവും ലോ 8 മാർക്കാണ്. അത് ക്ലാസ് ഒന്നും കാണാത്ത കുട്ടിയാന്ന് തോന്നുന്നു, ക്ലാസ്സിൽ റെഗുലർ കയറാത്തവരാന്ന് തോന്നുന്നു. ഈ റെക്കോർഡ് ക്ലാസ് ആവുമ്പോ നമുക്ക് ഡെയിലി കാണാൻ പറ്റുന്നില്ല. ഇന്ന് തന്നെ നിങ്ങൾക്ക് 2 ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ 2 ക്ലാസ് കൂടി നമുക്ക് ഇന്നിരുന്ന് ഫുള്ള് 2 മണിക്കൂർ കണ്ടിന്യൂസ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കയറുന്നോണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക്. ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബൈ ചാൻസ് റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റും, നാളെ അതിന് 4 ക്ലാസ്സോ അങ്ങനെ പെൻഡിങ് വരും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഒരുപാട് ടൈം ഒന്നും നമുക്ക് ഇരിക്കാൻ അങ്ങനെ ഇതാവാം. ഇപ്പൊ ലൈവ് ക്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചു വെക്കുമ്പോ നമുക്ക് അങ്ങനെ ബോറടിക്കില്ല. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കാണ് മാർക്ക് കുറഞ്ഞേക്കുന്നത് എന്നാണ് എന്റെ ഒരു നിഗമനം. നമ്മള് ക്ലാസ് ഡെയിലി കാണുന്നവർക്ക് ഒരുവിധം നല്ല മാർക്ക് ഉണ്ട്. 60 മുതൽ താഴേക്ക് 50 സംതിങ്, പിന്നെ 38, 39 മിക്ക നല്ല മാർക്കുകളൊക്കെ എല്ലാവർക്കും തന്നെയുണ്ട്. കൊച്ചു കുട്ടികൾക്ക് മാത്രമാണ് മാർക്ക് കുറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഫുള്ള് ബൈ ഹാർട്ട് പഠിച്ച് നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്, അതാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് തന്നെ, മോക്ക് ടെസ്റ്റ് തന്നെ ഒരു ഏരിയ. അപ്പൊ അത് നിങ്ങൾ വായിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മാക്സിമം എത്ര 1 വേർഡ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. എന്തായാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ ക്വസ്റ്റ്യൻസ്. അങ്ങനെ അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഒന്ന് പഠിച്ചിട്ട് നിങ്ങളത് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ എത്രത്തോളം അതിന്റെ ആൻസർ കിട്ടും എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല. ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം എന്തായാലും ഉണ്ടാവും, മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാവും. ടീച്ചർ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരിക്കും അല്ലേ?
ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം എളുപ്പമായിരിക്കും. അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡെയിലി ഷുവർ ആയിട്ടുള്ളതാണ്. നമ്മൾ ഡെയിലി ക്ലാസ്സിൽ ലൈവ് ക്ലാസ് കയറുന്നവർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ട്. അവര് റെഗുലർ ആയിട്ട് ആ ക്ലാസ്സിൽ കേൾക്കുന്ന ഓർമ്മയാണെങ്കിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ എല്ലാവർക്കിടെയും കൂടി ചാപ്റ്റേഴ്സ് ആകുമ്പോൾ ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ തന്നെ എത്ര 13 ചാപ്റ്ററോ ഉണ്ട് അല്ലേ, വെന്റിലേറ്റർ ഉൾപ്പെടെ. വെന്റിലേറ്റർ അശ്വതി മിസ്സിന് കൊടുത്തേക്കുന്നതായിരുന്നു. നമുക്ക് ലാസ്റ്റ് ടീച്ചറിന് തീരാത്തതുകൊണ്ട് ഞാനത് എടുത്തു എന്നുള്ളൂ. അത് ഉൾപ്പെടെ നമുക്ക് 13 ഉണ്ടെന്ന് തോന്നുന്നു, സംതിങ് ഉണ്ട് ചാപ്റ്റേഴ്സ് മൊത്തത്തില് നോക്കുമ്പോൾ. അങ്ങനെ എല്ലാവരുടെ ആകുമ്പോൾ ഒരുപാട് നോട്ട്സ്, പ്രിന്റഡ് നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണത് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ അത് മോക്ക് ടെസ്റ്റ് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡ് ആവുകയും ചെയ്യും. പിന്നെ ഫസ്റ്റ് എക്സാം എന്താ പറയാ, ഒരു ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ നമ്മൾ അങ്ങനെ ഓൺലൈനില്. അതിന് മുമ്പേ സാറ് നിങ്ങൾക്ക് മിക്കവാറും ക്ലാസ് ഒക്കെ തരും, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂർ കൊണ്ട് വരെ എക്സാം കഴിഞ്ഞവരുണ്ട്. 20 മിനിറ്റ്, അരമണിക്കൂറൊക്കെ എടുത്തുള്ളൂ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ, 60 ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി ടിക്ക് ഇട്ടാൽ മതിയല്ലോ, ക്ലിക്ക് ചെയ്ത് ടച്ച് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് 1 മണിക്കൂറുണ്ട് നിങ്ങൾക്ക് എക്സാം ആണെങ്കിൽ 1 hour ആണ് എക്സാം. കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് ഒരുവിധം എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് തന്നെ ഉണ്ട്. കുറച്ച് പേര് മാത്രം മാർക്ക് തീരെ കുറഞ്ഞുള്ളവരും ഉണ്ട്. ടീച്ചർ 8 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതെന്താ ഫെയിൽ ആണോ? അതിപ്പോ എന്താ, അവർക്ക് ഇനി എക്സാം ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും പാസ്സാവാതെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സാറ് ഞങ്ങൾക്ക് പറഞ്ഞില്ല. ഇപ്പൊ എക്സാം കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു. എക്സാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അതിന്റെ ഇതും അവിടെ ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇനി ബാധ്യത എങ്ങനെയാണ്, ഇനി അപ്പൊ കുട്ടികൾക്ക് എക്സാം എങ്ങനെയാണ്, റീ എക്സാം എന്താ മുന്നേന്നൊക്കെ ഉള്ളത് അതെങ്ങനെയാന്ന് നമുക്ക് അറിയില്ല. ഡീറ്റെയിൽ അറിയില്ല. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളൊക്കെ ഡെയിലി കയറുന്ന കുട്ടികളല്ലേ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി പോകുന്നുണ്ട്. പിന്നെ ഓരോ ചാപ്റ്റർ വൈസ് ആണെങ്കിൽ നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടാത്തത് വന്നിട്ടുണ്ട് ആ ഏരിയ ഒന്നുകൂടി നോക്കിയൊക്കെ പോവുക. പേടിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. എക്സാം ഒക്കെ നല്ല സ്മൂത്ത് ആണ്, കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ എഴുതി കഴിഞ്ഞവര് പോലെ പേരുണ്ട് കംപ്ലീറ്റ് ആയത്. പിന്നെ ഞങ്ങൾ പറയരുത് ഒന്നോടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്ക്, എന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഡയാലിസിസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? പറയോ? വാസ്കുലർ ആക്സസ് കത്തീറ്റർ വരെയായിരുന്നു അല്ലേ? ഓക്കെ. നമ്മള് ഫസ്റ്റത്തെ ഫസ്റ്റ് ഡയാലിസിസിന് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഉണ്ട്. ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. 3rd വൺ ആണ് CRRT എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഹീമോ ഡയാലിസിസ് നോക്കിയത്. ഹീമോ ഡയാലിസിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്. ഹീമോ ഡയാലിസിസിൽ എന്തായിരുന്നു? ഒരു മെഷീന് അല്ലെ, മെഷീന്റെ ആർട്ടിഫിഷ്യൽ കിഡ്നി, സ്പെഷ്യൽ ഫിൽറ്റർ, ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയലൈസറിന്റെ ഹെൽപ്പോടുകൂടി, സഹായത്തോടുകൂടി ഒരു നമ്മുടെ ബ്ലഡ് ആ മെഷീനിലേക്ക് ഇട്ടിട്ട് അവിടെ പ്യൂരിഫൈ ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തിരിച്ചു കയറ്റുന്നു. അതാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹീമോഡയാലിസിസ് ഒരു ആ ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു മൈനർ സർജറി ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു അസസ് സൈറ്റ് വേണം ആ ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ. അങ്ങനെ അത് നമ്മൾ 3 ടൈപ്പ് ഓഫ് അസസ് സൈറ്റ് ആണുള്ളത്. അതിനകത്ത് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഉണ്ട്, രണ്ടാമത്തെ AV ഗ്രാഫ്റ്റ് ഉണ്ട്, സെക്കൻഡ് വൺ AV ഗ്രാഫ്റ്റ്, 3rd വൺ ആണ് വാസ്കുലർ അസസ് കത്തീറ്റർ. അപ്പൊ അതിനകത്ത് AV ഫിസ്റ്റുലയിൽ എന്താ ചെയ്തേ? AV fistula എന്ന് പറഞ്ഞാൽ എന്താ? Is a surgical connection
between an artery and vein. അങ്ങനെ ചോദിക്കുക. Dash is a surgical connection between an artery and a vein. Options AV fistula, AV graft, CRRT, none of the above. ഫിസ്റ്റുലയിലാണ് നമ്മൾ ആ ആർട്ടറി വെയിനും തമ്മിൽ സർജിക്കൽ കണക്ഷൻ ചെയ്യുന്ന ആ സർജറി AV ഫിസ്റ്റുലയാണ്. ഓക്കെ, AV ഫിസ്റ്റുല നോർമലി ആമിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇറ്റ് ഈസ് ദ നാച്ചുറൽ അസസൈറ്റ് ഓഫ് ഹിസ് ഫോംഡ് ഫ്രം ബ്ലഡ് വെസൽസ് ആൻഡ് ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ്. AV ഫിസ്റ്റുല വളരെ എന്താണ് ഇൻഫെക്ഷൻ ആവാനും ക്ലോട്ടിംഗ് ആവാതിരിക്കാൻ ചാൻസ് കുറവുള്ള ഒരു സർജറിയാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് AV ഫിസ്റ്റുല തന്നെയാണ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് the rarest chance of infection and clotting. Second one ആണ് AV graft. അതിനകത്ത് എന്താ ചെയ്യുന്നത്? is a kind of access used for hemodialysis. ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് നോക്കൂ, is a connection of a vein and an artery that use a hollow synthetic tube. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. Dash is the connection of vein and an artery that uses a hollow synthetic tube. hollow synthetic tube വെച്ചിട്ട് വെയിനും ആർട്ടറിയും തമ്മിലുള്ള കണക്ഷൻ ചെയ്യുന്ന സർജറി അതേതാ? AV ഗ്രാഫ്റ്റിലാണ്. Okay, one end of the tube is attached to the artery, other end വെയിനിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പൊ അവിടെ എന്താണ് ഒരു പ്രഷർ വേരിയേഷൻ അവിടെ ഉണ്ടാവും, ഫ്ലോ റേറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബ്ലഡ് ഈ ഒരു ഫ്ലോ റേറ്റിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ ആണ് ഈ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞത് ഈസ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ വീക്ക് വെയിൻ. ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, AV ഗ്രാഫ്റ്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ വീക്ക് വെയിൻ. ചെറിയ വീക്ക് വെയിനുകൾക്കുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ആണ് വാസ്കുലർ അസസ് കാത്തീറ്റർ. ഇതെന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് യൂസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമുക്കിപ്പോ പെട്ടെന്ന് ഡയാലിസിസ് ഒക്കെ രോഗം കിഡ്നി ഫെയിലിയർ ഒക്കെ പെട്ടെന്ന് മുറിച്ച് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്യാനുള്ളൊരു പോസിബിൾ ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ അത് സർജറി ചെയ്ത് അത് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് കുറെ ടൈം എടുക്കും. 2-3 മാസം, അത് പലതിനും പല വിധ വരുന്നത്. 2-3 വീക്സ് മുതൽ 1-2 മാസമൊക്കെ വേണം ഈ സർജറി ചെയ്ത് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ. അപ്പൊ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട ഒരാൾക്ക് ഇത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു കണ്ടീഷനിൽ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ടാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യാൻ അത് എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാ നെക്കി കൂടിയാണ് അത് അകത്തേക്ക് കാത്തീറ്റർ നെക്കി കൂടെ ഇട്ടിട്ട് അതേ കൂടെയാണ് ബ്ലഡ് എടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ കുറെ നാളത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഈ സർജറി ചെയ്ത് ഈ അല്ലെങ്കിൽ AV ഫിസ്റ്റുലയോ അപ്പൊ പെട്ടെന്ന് ആ കാത്തീറ്റർ ഈ വാസ്കുലർ അസസ് കാത്തീറ്റർ അതുവഴി ഡയാലിസിസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഡോക്ടർ സർജറി ചെയ്യും, AV ഫിസ്റ്റ് AV ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പൊ അത് അതിന്റെ മുറിവാണെങ്കിൽ അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യുമ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഈ ഇത് മാറ്റുന്നു. കാത്തീറ്റർ വഴി മൂലമുള്ള ഈ ഡയാലിസിസ് ചെയ്യുന്നത് അത് മാറ്റി നോർമൽ ഇതുവരെ നോർമലായിട്ട് നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യുന്ന ആ അസസൈറ്റ് ഉണങ്ങി അതിൽ കൂടെ ചെയ്യാനുള്ള കണ്ടീഷൻ വരെ മാത്രമേ ചെയ്യുള്ളൂ ഇത് വാസ്കുലർ അസസ് കാത്തീറ്റർ. അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. If the kidney disease has progressed rapidly, പെട്ടെന്ന് കിഡ്നി രോഗം മൂർച്ഛിച്ച് പേഷ്യന്റിന് നമ്മളിങ്ങനെ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു സമയമില്ല. ആ ഒരു ടൈമിലാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹീമോഡയാലിസിസ് എന്നിട്ട് അത് അതിൽ കൂടെ നമ്മൾ ഡയാലിസിസ് ചെയ്യും. അപ്പത്തേക്കും തന്നെ ആ പേഷ്യന്റിന് AV ഫിസ്റ്റുലയോ അവരുടെ കണ്ടീഷൻ നോക്കിയിട്ട് AV ഫിസ്റ്റുല AV ഗ്രാഫ്റ്റ് ഒക്കെ ആ സമയത്ത് സെയിം ടൈം തന്നെ ചെയ്യും. അപ്പൊ സർജറിയുടെ വൂണ്ട് ഉണങ്ങി കഴിയുമ്പോൾ നോർമലി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യും, ഇത് മാറ്റും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ അത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ അസസൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ്. ഏതാണ് ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് യൂസ് ചെയ്യുന്ന അസസൈറ്റ്? ഏതാ? AV ഫിസ്റ്റുലയാണോ, AV ഗ്രാഫ്റ്റ് ആണോ, വാസ്കുലർ അസസ് കാത്തീറ്റർ ആണോ? വാസ്കുലർ അസസ് കാത്തീറ്റർ.
പിന്നെ നമ്മള് നെക്സ്റ്റ് പാരഗ്രാഫില് എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം. ആരാ ഡോക്ടറിന് എന്താ പറയുന്നേ? എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം. നെഫ്രോളജിസ്റ്റ്. ഓക്കെ, അത് ചോദിക്കാം. നെഫ്രോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, അങ്ങനെ ഓപ്ഷൻസ് തരാം. അപ്പൊ അതിനകത്ത് നോക്കാം. കിഡ്നി പ്രോബ്ലം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടറാണ് നെഫ്രോളജിസ്റ്റ്. ഓക്കെ, ഇനി അതിനകത്ത് നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ വരുന്നത് ഓക്കെ, അതിന്റെ സെക്കൻഡ് പാരഗ്രാഫില് വീനസ് കാത്തീറ്റർ ആസ് നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടൈം യൂസ്. അതാണ് ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിലാണ് വീനസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അത് ലോങ് ടൈം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല. With the venous catheter, patient may generate blood clot, infection or causing vein to marrow. വെയിൻ ഒക്കെ ഇടുങ്ങിയതാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സമയം ഈ വീനസ് കാത്തീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ. However, if a patient want to start hemodialysis right away, ശരിയായ മാർഗത്തിലൂടെ ആ ഹീമോഡയാലിസിസ് ചെയ്യുന്ന ടൈം വരെ മാത്രമാണ് കാത്തീറ്റർ വീനസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ബോത്ത് AV ഫിസ്റ്റുല ആൻഡ് AV ഗ്രാഫ്റ്റ് ആർ ഔട്ട്ലൈൻ ഫോർ ലോങ് ടൈം ഹീമോഡയാലിസിസ്. അപ്പൊ ലോങ് ടൈം ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്നത് ഏതാ? ബോത്ത് AV ഫിസ്റ്റുല ആൻഡ് AV ഗ്രാഫ്റ്റ്. ഇത് രണ്ടും ലോങ് ടൈം ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്ന. അപ്പൊ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് ടൈം ഹീമോഡയാലിസിസ്? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വീനസ് കാത്തീറ്റർ, ബോത്ത് A and B. രണ്ടും ഈ ലോങ് ടൈം ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും. ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട കേട്ടോ. ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൽ എഴുതി പോയതാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് 1-2 കൂടി വേണമെങ്കിൽ എഴുതാന്നുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയതല്ലേ? ഈ ചാപ്റ്ററിന്റെ കുറെ ക്വസ്റ്റ്യൻ എഴുതിയതല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താ, എങ്ങനെ ചെയ്യുന്നേ? പഠിച്ചതല്ലേ? വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ ചെയ്യുന്നേ? നമ്മുടെ വയറിന്റെ ഉള്ളിൽ തന്നെ അത് ചെയ്യുന്നല്ലേ? പ്രത്യേകം ഡയാലിസിസ് മെഷീൻ ഒന്നും വേണ്ട. This kind of dialysis, the lining of the abdomen or belly area is used as a filter. Lining of abdomen, അതിനെന്താ പറയുന്നത്? is called the dash. എന്താ ലൈനിങ്? അബ്ഡോമിനൽ ലൈനിങ്ങിന് പാളിക്ക് എന്ത് പറയുന്ന പേരെന്താ? പെരിറ്റോണിയം. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. Dialyzer machine പകരം നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ പെരിറ്റോണിയൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ്. അപ്പൊ അതിനകത്ത് എങ്ങനെയൊക്കെയാ സംഭവം? പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു മൈനർ സർജറി ആവശ്യമാണ്. എന്തിനാ? വയറ്റില് നമ്മൾ ഒരു കാത്തീറ്റർ, ഒരു സോഫ്റ്റ് ട്യൂബ് കണക്ട് ചെയ്യണ്ടേ? അതിനുവേണ്ടി ഒരു ചെറിയ സർജറി ചെയ്ത ഒരു ട്യൂബ് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കും. In the course of each treatment, the belly area is little by dialysate. അപ്പൊ ഒരു ഫ്ലൂയിഡ് ആണ് ഡയലൈസേറ്റ്. ആ കാത്തീറ്ററിൽ കൂടെ വയറ്റിന്റെ അകത്തേക്ക് ഫില്ല് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഫില്ല് വയറ്റിന്റെ അകത്ത് അത് നിറയ്ക്കും. അതിനാണ് ഫില്ല് എന്ന് പറയുന്നത്. ഫില്ല്. പിന്നെ അപ്പൊ വയറ്റിന്റെ ഉള്ളില് ആ ഡയാലിസേറ്റ് അത് അവിടെ കിടക്കും കുറച്ച്. അങ്ങനെ അതിനാണ് വയറിന്റെ ഉള്ളിൽ കിടക്കുന്നതിനാണ് ഡ്വെൽ എന്ന് പറയുന്നത്. DWELL. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഈ ഏതാണ് മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ്, ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഡയാലിസേറ്റ് ഇസ് സീൻ ഇൻ സ്റ്റൊമക്. ആ സ്റ്റൊമക്കില് ആ ഡയാലിസേറ്റ് കാണുന്നത് അതിനാണ് ഡ്വെല്ല്. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ തരാട്ടോ. ഇതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വയറ്റിന്റെ അകത്ത് അത് കിടക്കുന്നതിന് ആണ് ഡ്വെൽ എന്ന് പറയുന്നത്. അതങ്ങനെ 3-4 മണിക്കൂർ ആ വയറ്റിന്റെ അകത്ത് ആ സൊല്യൂഷൻ അവിടെ കിടക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ സൊല്യൂഷൻ തന്നെ ഒരു മാഗ്നറ്റ് പോലെ തന്നെ ആ ഭാഗത്ത് വരുന്ന ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. അങ്ങനെ 3-4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആവുന്നു. എന്നിട്ട് നമുക്ക് ആ സെയിം കാത്തീറ്റർ വഴി പുറത്തേക്ക് ആദ്യത്തെ ബാഗിലേക്ക് തന്നെ ഇത് കളക്ട് ചെയ്യാൻ പറ്റും. വേസ്റ്റുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും.
അങ്ങനെ പുറത്തേക്ക് കളയുന്നതാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്, DRAIN. അപ്പൊ അങ്ങനെ ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ, അങ്ങനെ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ഡയാലിസിസ് കഴിഞ്ഞു എന്ന് പറയാം. Belly area by dialysate. After few hours, the fluid mixture is emptied out. കുറച്ച് അങ്ങനെ 3-4 മണിക്കൂർ ആ സൊല്യൂഷൻ വയറിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴത്തേ തന്നെ എല്ലാ ഇമ്പ്യൂരിറ്റീസിനെയും ആ സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അത് 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ മിക്സർ ആ സെയിം കത്തീറ്ററിൽ കൂടെ തന്നെ പുറത്തേക്ക് എടുക്കുന്നു. Used as the beginning of the treatment. Peritoneal dialysis can done almost anywhere you have supplies needed to the treatment. ഇത് നമുക്ക് പറഞ്ഞല്ലോ, ഇത് വീട്ടിലാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിന് ആവശ്യമുള്ള സപ്ലൈസ് കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും അത് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മള് 3 types of peritoneal dialysis ആണ്. ഏതൊക്കെയായിരുന്നു 3 type of peritoneal dialysis? എന്തൊക്കെയാ? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയം, CAPD, കണ്ടിന്യൂസ്. അതിന്റെ 3ന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD. രണ്ടാമത്തെ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇത് കഴിഞ്ഞ HI1-ല് കുട്ടികൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എക്സ്പാൻഡഡ് ഫോം. ഇതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു CAPD-യുടെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് IPD, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, CAPD ഒന്ന് വായിച്ചാരാ? ജാസ്മിൻ ഒന്ന് വായിച്ചേ. CAPD it does not need a machine. മെഷീൻ ആവശ്യമില്ല. Exchanges can be done 3 to 5 times a day during വെയിറ്റിംഗ് അവേഴ്സ്. എനിക്കുന്ന ടൈം മുതൽ നമുക്ക് എന്താ എക്സ്ചേഞ്ച് എത്ര പ്രാവശ്യം ചെയ്യാതെ ഡൺ 3 to 5 times, 3, 4, 5 പ്രാവശ്യം ഒക്കെ ഇത് ഈ ഡയാലിസിസ് ചെയ്യാം. CAPD ഇതൊരു ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇതിന് മെഷീന്റെ ആവശ്യമൊന്നുമില്ല. ഇനി സെക്കൻഡ് വണ് CCPD. ജിനു, Continuous cyclic peritoneal dialysis need the use of the particular dialysis machine that can be used in the home. These types of dialysis is performed automatically when the patient is sleeping. They need the use of particular dialysis machine ആവശ്യമാണ്. That can be used in home. ഇത് വീട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. This type of dialysis is performed automatically when the patient is sleeping. Patient is sleeping ആണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഡയാലിസിസ് പെർഫോം ചെയ്യും. അതാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് CCPD. നെക്സ്റ്റ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD. ഇന്ന് വായിച്ചേ തുഷാര. IPD. This is the same type of machine as CCPD, but treatment will be longer. സെയിം ടൈപ്പ് ഓഫ് മെഷീൻ തന്നെയാ CCPD, പക്ഷെ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. IPD can be done at home, but it is in the hospital. വീടുകളിൽ ചെയ്യാം, പക്ഷെ സാധാരണയായിട്ട് ഹോസ്പിറ്റൽസിലൊക്കെയാണ് ചെയ്യാറ്. പിന്നെ അതിന്റെ നോക്കിയ ലാസ്റ്റ് നോക്കിയ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്, ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് ആൻഡ് ദ നമ്പർ ഓഫ്, നമ്മൾ പറഞ്ഞല്ലോ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്, ഡ്യൂറേഷൻ ആവശ്യമുള്ള അതിന്റെ ഡ്യൂറേഷൻ, എത്ര ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട് ഓരോ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, പിന്നെ അതുപോലെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്, ഒരു ദിവസം എത്ര പ്രാവശ്യം ഡയാലിസിസ് ചെയ്യും, അതൊക്കെ എന്തനുസരിച്ച് വിൽ ബി ഡിഫർ റിലേയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD. ഏത് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത് എന്നനുസരിച്ച് ആ ട്രീറ്റ്മെന്റിന്റെ, ചിലത് 3 പ്രാവശ്യം ചെയ്താൽ മതിയാകും, ദിവസത്തിൽ 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അതിന്റെ ഡ്യൂറേഷൻ അങ്ങനെ അതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഏത് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് എന്നുള്ളതനുസരിച്ച് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റിന്റെ നമ്പേഴ്സ്, ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്, സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ യൂസിങ് ആൻഡ് യുവർ മെഡിക്കൽ കണ്ടീഷൻ, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷനും കൂടി അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ മെഡിക്കൽ കണ്ടീഷനും കൂടി അനുസരിച്ചാണ് ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കുന്നത്. ഓക്കെ, now normally this process take a few hours and required to be repeated 4 to 6 times. now സാധാരണയായിട്ട് 6 times, ഒരു ദിവസം 6 പ്രാവശ്യം ഒക്കെ ചെയ്യാം. പിന്നെ അവിടെ പിക്ചർ ആണ് തന്നേക്കുന്നത്, പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ ആവും. പിന്നെയാണ് CRRT. പിന്നെ ആരാ ഇനി വായിക്കാത്ത അവിടെ?
ഷാരോൺ വായിച്ചേ CRRT. ആദ്യം തന്നെ നമ്മൾ എക്സ്പാൻഡഡ് ഫോം നോക്കാം. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. This therapy is used mainly in the intensive care unit for people with several kidney failure. അപ്പൊ ചോദിക്കാം, which of the following dialysis is used mainly intensive care unit of people with severe kidney failure? Intensive care unitൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത് ഏതാ? ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്? ഓപ്ഷൻസ്: ഹീമോഡയാലിസിസ്, പെരിറ്റോണിയം ഡയാലിസിസ്, CRRT, CAPD. ഏതാ? CRRT. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് നോർമലി മെയിൻലി യൂസ്ഡ് ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പീപ്പിൾ ഇൻ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ? CRRT. It is known as, ഇതും ചോദിക്കാം, CRRT is also known as dash. എന്തെന്ന് അറിയപ്പെടുന്നത്? It is also known as hemofiltration. It is also known as hemofiltration. Then the machine is passes the blood through a tube. അവിടെ ഒരു കറക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. It filters and eliminate the waste products and water. ട്യൂബിലൂടെ നമ്മുടെ ഒരു മെഷീൻ ഒരു ബ്ലഡിലൂടെ കടത്തിവിടുക ചെയ്യുന്നത്. ഒരു മെഷീന് ട്യൂബിലൂടെ ഒരു എന്താ പറയാ ബ്ലഡിലേക്ക് ഒരു മെഷീൻ കടത്തിവിടുക ചെയ്യുന്നത്. ഇതിൽ കൂടെ വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് വാട്ടറിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി ടുഗദർ വിത്ത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ ബോഡിയിലേക്ക് തിരിച്ചു കയറ്റുന്നു. ദിസ് പ്രൊസീജിയർ ഈസ് പെർഫോംഡ് 12 to 24 hours a day, normally every day. 12 to 24 hours ഒരു ദിവസം മൊത്തം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ICU കിടക്കുന്ന ഇന്റൻസീവ് കെയറിൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതാണ് CRRT. ആ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ നോക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഡയാലിസിസ് നമ്മൾ ചെയ്തിട്ട് അത് ഫുള്ള് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് അതിന്റെ ഫലപ്രാപ്തി നമുക്ക് കിട്ടുള്ളൂ. വെറുതെ ഡയാലിസിസ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യമില്ല. അതിന്റെ അനുസരിച്ച് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതനുസരിച്ച് അത് ഫോളോ ചെയ്യാൻ മാത്രമേ നമുക്ക് അതിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങളാന്ന് നോക്കിയേ. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു റെക്കമെൻഡഡ് ഷെഡ്യൂൾ. നമുക്ക് എന്താ പറഞ്ഞേ, നമ്മൾ ആ റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പൊ 3 മണിക്കൂർ ചെയ്യാൻ പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടത്തിന് നിർത്താൻ പാടില്ല. ആ റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ദിവസത്തിൽ 4 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞ് ഡോക്ടർ വിട്ടിട്ട് 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അത് ബെനിഫിറ്റ് കിട്ടോ? ഇല്ല. അപ്പൊ റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? About customized eating plan recommended by the dietitian. നമ്മള് എന്താ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ അവരുടെ ഭക്ഷണക്രമം പാലിക്കുക. ഇത് ഈ ഡയാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഭക്ഷണമൊക്കെ അവര് പറയുന്നത്. ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കാമുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. എങ്കിലാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അടുത്തത് നെക്സ്റ്റ് വന്നേക്കുന്നത് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആസ് പോസിബിൾ. ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആസ് പോസിബിൾ. ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാനൊക്കെ ആവശ്യമായിട്ടുള്ള നമുക്ക് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ആദ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മെഡിക്കേഷൻ, മരുന്നുകളുടെ കാര്യം, സപ്ലിമെന്റ്സ് ഇങ്ങനെയുള്ളതിനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ അവരുമായിട്ട് ഈ ഡയാലിസിസ് പ്രൊവൈഡറിനോടോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോടോ ഒക്കെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ഈ ഡയാലിസിസ് ടീമുമായിട്ട് നമ്മൾ സംസാരിക്കണം. നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ആൻസൈറ്റി, ഇന്ന കാര്യം ചെയ്യാമോ അല്ലെങ്കിൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡയാലിസിസ് ടീമുമായിട്ട് ടോക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബെനിഫിറ്റ്സിൽ വരുന്നത്. ഓക്കെ, പോയിന്റ്സുകള് നിങ്ങൾ ഇതൊന്ന് റീഡ് ചെയ്തായിരുന്നോ? ഇന്ന് എല്ലാവരും ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഒന്ന് റീഡ് ചെയ്ത് നോക്കണം എന്ന്. റീഡ് ചെയ്തിട്ടാണോ ക്ലാസ്സിൽ ഇരിക്കുന്നേ?
ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ബെനിഫിറ്റ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാതെ ഇനി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് ഓരോ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കാം. ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഈറ്റിംഗ് പ്ലാൻ ചെയ്യുക. പിന്നെ സ്ട്രെങ്ത് നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്തിനും പിന്നെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഡയാലിസിസ് ടീമുമായിട്ട് നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റിയോ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് സംസാരിക്കാം. പഠിച്ചു കഴിഞ്ഞില്ല എല്ലാവരും? ഇത് 5 പോയിന്റ് പഠിച്ചില്ലേ? ഇനി ഇത് കാണാതെ പഠിക്കേണ്ടി വരുമോ ജാസ്മിൻ? വേണ്ടല്ലോ. നമുക്കെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഫുള്ള് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും വേ ഓഫ് സ്റ്റഡിയുടെ ഒരു ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ചിലര് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യുന്നവരായിരിക്കും, ചിലര് വായിച്ച് മനസ്സിലാക്കി വെക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. വായിച്ച് എന്തായാലും മനസ്സിലാക്കി വെക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിനകത്ത് വരാത്ത പോയിന്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാ, അഡ്വാൻറ്റേജിൽ അപ്പൊ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ഈ 5 പോയിന്റ്സ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാരണം പിന്നെയും നമ്മൾ ഒന്നോടെ പറഞ്ഞ് പിന്നെ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഇന്ന് എടുക്കുന്ന റിവിഷൻ തന്നെ ഒന്നോടെ വീട്ടിലിരുന്ന് വായിക്കുക. അപ്പത്തേക്കും ഓക്കെ ആയിക്കോളും. സംശയമില്ല അതിൽ അഡ്വാൻറ്റേജില്ല ഇല്ല. ഇനി അടുത്തത് ആഫ്റ്റർ എഫക്ട്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ഡയാലിസിസും, ഹീമോഡയാലിസിസിനും പെരിറ്റോണിയൽ ഡയാലിസിസിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സും കാര്യങ്ങളുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പലർക്കുടെയും ആ ഒരു ബോഡി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതിന്റെ. അപ്പൊ കുറച്ച് കോമൺ ആയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒരു ടാബ്ലറ്റ് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അല്ല ആ സെയിം ടാബ്ലറ്റ്സ് വേറൊരാള് കഴിക്കുമ്പോൾ, അല്ലെ? ചിലർക്ക് അലർജി ചൊറിച്ചിൽ വല്ലതും ആയിരിക്കും, ചിലർക്ക് അത് അതിന്റെ വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ അത് എല്ലാവർക്കുടെയും ഒരു കോമൺ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫിക്കൽട്ട് ടു ടെൽ ഷുവർലി വെദർ ദ സിംറ്റംസ്, അതിന്റെ സിംറ്റംസ് കറക്റ്റ് ആയിട്ട് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി, നമ്മുടെ ബോഡീനെ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അത് വ്യത്യാസപ്പെട്ടിരിക്കും. Some of the most common after effects that people tell include, ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതില് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹീമോഡയാലിസിസ് ഏതൊക്കെയാ? ഹീമോഡയാലിസിന്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നത് തുഷാരൊന്ന് വായിച്ചേ. ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാം. Stoppage in your vascular access site, muscular spasm, പേശിരോഗാവസ്ഥ. സ്പാസം എന്ന് പറഞ്ഞാൽ പേശിരോഗാവസ്ഥ, hypotension, ബ്ലഡ് പ്രഷർ, BP, ഹൈപ്പോടെൻഷൻ ആണ്, കുറയും. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, പിന്നെ weakness, ഡിസ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? തലകറക്കം, പിന്നെ നോസിയ, ഓക്കാനം, വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, പിന്നെ ബ്ലഡ് ലോസ്. ഇതൊക്കെയാണ് ഹീമോഡയാലിസിന്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നതാണ്. വേഗം ഒന്ന് നോക്കിയത് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് ഹീമോഡയാലിസിസ്? ഹീമോഡയാലിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്? അപ്പൊ അതിനകത്ത് 3 തരാം. മസ്കുലർ സ്പാസം, വീക്ക്നെസ്, ബ്ലഡ് ലോസ്, ഹെർണിയ. ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഹീമോഡയാലിസിന്റെ ഹെർണിയ. അപ്പൊ പിന്നീട് 2 നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിന്റെ എഴുതാലോ. ഹീമോഡയാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിക്കാം, ആഫ്റ്റർ എഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്, PD. നെക്സ്റ്റ് സുമിത്ര ഒന്ന് വായിച്ചേ. PDയുടെ ഏതൊക്കെയാണ് ആഫ്റ്റർ എഫക്ട്സ് പറയുന്നത്? ഹെർണിയ, വെയിറ്റ് ഗെയിൻ. 2 അവിടെ പറയുന്നത്. ഹെർണിയ ഉണ്ടാവാം, പിന്നെ വെയിറ്റ് ഗെയിൻ.
നമ്മൾ പറഞ്ഞു ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ മൂലം കുടല് പുറത്തേക്ക് തള്ളി വരുന്ന ബൾജ് ചെയ്ത് പുറത്തേക്ക് തള്ളി തുറിച്ച് വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഹെർണിയ പിന്നെ അതൊരു വെയിറ്റ് അമിതമായിട്ട് പെട്ടെന്ന് കൂടുക, ഇത് രണ്ടും പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നതാണ്. അപ്പൊ അത് രണ്ടും നോക്കണം കേട്ടോ. ആഫ്റ്റർ എഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നും ചോദിക്കാം. പിന്നെ അടുത്ത നെക്സ്റ്റ് വരുന്നത് ഡയാലിസിസ് സെന്റർ ആണ്. ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. ചോദിക്കാം, ഡാഷ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് സെന്റർ മേ ഐദർ ഓർ ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ രണ്ടും നടത്തുന്നുണ്ട്. ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് സർവീസ് നടത്തുന്നുണ്ട്. റിലൈങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ് ആൻഡ് മേ ബി പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് വിസർ ടു ഹീമോഡയാലിസിസ്. അവിടെ ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഡയാലിസിസ് സെന്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിൽ വരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വിത്ത് എയർ കണ്ടീഷനിങ് വേണം അല്ലെ. ഡയാലിസിസ് ഏരിയ ഷുഡ് പ്രൊവൈഡ് വിത്ത് എയർ കണ്ടീഷനിങ്. പിന്നെ അടുത്തത് എവിടെ വെക്കണം എന്നാ പറഞ്ഞേക്കുന്ന ഡയാലിസിസ് മെഷീൻ എവിടെയായിരിക്കണം? Center. Center. Each machine should be at the center of adequate area to permit easy movement of person and resuscitation equipment whenever needed. അതിന്റെ എന്താ സെന്ററിൽ വെക്കുക. അപ്പൊ അതിന് ചുറ്റും ഈ ആളുകൾക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പേഷ്യന്റിനല്ല അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് അത് സെന്ററിൽ തന്നെ വെക്കുക. ഈച്ച് മിഷൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ഉദ്യോഗസ്ഥര് ആൻഡ് റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ്സ് വെനെവർ നീഡഡ്. പിന്നെ അടുത്തത് ദ ലേഔട്ട് മസ്റ്റ് ഹാവ് എ ഫെസിലിറ്റി ഫോർ സേഫ് ഗാർഡിംഗ് പേഷ്യന്റ് പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം ലേഔട്ട്. പിന്നെ അടുത്തത് എന്താ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ഐസൊലേഷൻ റൂം വേണം, സെപ്പറേറ്റ് ഒരു റൂം വേണം. പിന്നെ അടുത്ത ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി. വാട്ടർ സപ്ലൈ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒക്കെ വേണം. പിന്നെ അടുത്തത് എന്താണ്? പിന്നെ ദ ഡയാലിസിസ് സെന്റർ ഷാൽ എക്സിബിറ്റ് അപ്രോപ്രിയേറ്റ് സൈനേജ് വിച്ച് ഷാൽ ടു ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ്. അവിടെ എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡയാലിസിസ് സെന്ററിൽ എന്ത് ചെയ്യണം? ഷാൽ എക്സിബിറ്റ് അപ്രോപ്രിയേറ്റ് സൈനേജ് ഷാൽ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ്. 2 ലാംഗ്വേജില് എഴുതിയേക്കുന്ന സൈനേജ് വേണം അവിടെ ഡയാലിസിസ് സെന്റർ. അവിടെ പറയേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ഒരു സൈൻ ബോർഡുകൾ 2 ലാംഗ്വേജില് എഴുതിയേക്കുന്ന അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയേക്കുന്ന സൈൻ ബോർഡുകളൊക്കെ സൈനേജുകൾ വേണം. ഇത്രയാണ് അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. ഡയാലിസിസ് സെന്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സിൽ വരുന്ന കാര്യം ഒന്ന് നോക്കിയേ. പോയിന്റ്സുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കുക നിങ്ങള്. ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഓരോരുത്തരും ഓരോ പോയിന്റ് ആയിട്ട് വായിക്കുക കേട്ടോ. നമുക്ക് വേഗം വേഗം ഓരോ പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങള്? ആരെ വായിക്കാം ഫസ്റ്റ്? ജാസ്മിൻ തുടങ്ങിക്കോ. A patient his or her representative or relative has So representative or relative has the following rights with regard to the dialysis center. provide ample information about the nature, Ample information, cause of illness, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസിൽ എന്താ? ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിനും അവര് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേറ്റീവ്സിനും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാ പറഞ്ഞേക്കുന്നത് കേട്ടോ.
അതിനകത്ത് അവർക്കുള്ള അവകാശങ്ങൾ ഇതിൽ പറയുന്ന ആ ഫോളോയിങ് റൈറ്റ്സ് റിഗാർഡ് ടു ദ ഡയാലിസിസ് സെന്ററുമായിട്ട് താഴെ പറയുന്ന അവകാശങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അതിനകത്ത്. ഓക്കെ, ഫസ്റ്റ് പ്രൊവൈഡ് ample information about the nature, cause of fitness, proposed post investigation and care, expected result of treatment, likely complications. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു കൊടുക്കണം പേഷ്യൻസിന്. അതൊരു ഇതാണ് നേച്ചർ. ആംപിൾ പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, സ്വഭാവം, കോസ് ഓഫ് ഇൽനെസ് കാരണം, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, അതിന് അവർ പ്രതീക്ഷിക്കുന്ന ആ റിസൾട്ട്, ആ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട്, ലൈക്ലി കോംപ്ലിക്കേഷൻ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയിക്കണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ജിനു. Patient has the right to know the bill, so expected cost of the treatment should be discussed before the treatment. അതൊരു ഇത് കാര്യമാണ്. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ. അവര് നമ്മൾ ഈ വലിയ എന്താ ഹോസ്പിറ്റൽ ചെയ്യുന്ന സർജറി ഒക്കെ ചെയ്യുമ്പോൾ പറയൂലേ ഇത്ര രൂപ അവിടെ സർജറിക്ക് ആകും, എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബില്ല് പറഞ്ഞാലല്ലേ നമുക്കത് അത്രയും രൂപ നമ്മുടെ കയ്യിൽ കരുതാൻ പറ്റുള്ളൂ. ഒരു എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെന്റിന് ഇത്ര രൂപയാകും, അങ്ങനെയുള്ളത് ആ ട്രീറ്റ്മെന്റിന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലാണ് ഇപ്പൊ അവരെ കൊണ്ട് അത്രയും രൂപ അടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും അവർ അത്രയും രൂപ കയ്യിൽ കരുതണം. അതുകൊണ്ടാണ് റൈറ്റ് ടു നോ ദ ബിൽ. അവര് കറക്റ്റ് ആയിട്ട് എത്ര രൂപ ബില്ലാകും എന്നുള്ളത് അറിയിക്കണം. എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ പ്രതീക്ഷിക്കുന്ന ഏകദേശം വരുന്ന ആ ചെലവ് കോസ്റ്റ് എത്രയാവും, ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിന് മുന്നേ പറയണം. അല്ലാതെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇത്രയും 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാവും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് പറ്റില്ല. അപ്പൊ അത് ഇത്ര രൂപയാകും എന്നുള്ളത് മുൻകൂട്ടി അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു കൊടുക്കണം. അടുത്തത് തേർഡ് പോയിന്റ് ആരാ? നെക്സ്റ്റ് തുഷാര. To inform the consent prior to specific test or treatment. Example, surgery. നമ്മൾ എന്ത് ചെയ്യണം? ആ മുൻകൂർ സമ്മതം മേടിക്കണം. സർജറി ഒക്കെ ചെയ്യുമ്പോൾ അവിടെ സൈൻ ചെയ്ത് മേടിക്കൂലേ? സൈൻ ചെയ്തിട്ടല്ലേ അവർ സർജറി ചെയ്യുള്ളൂ. അപ്പൊ അവർക്കുടെ ആ മുൻകൂറായിട്ടുള്ള ആ ട്രീറ്റ്മെന്റ് ടെസ്റ്റ് അല്ലെ ട്രീറ്റ്മെന്റിനുള്ള എക്സാമ്പിൾ സർജറി പോലുള്ള ഇത് ചെയ്യുമ്പോൾ അവർക്കുടെ മുൻകൂർ സമ്മതം എഴുതി മേടിക്കണം. പേഷ്യന്റിനെ കൊണ്ടും അവരുടെ ബന്ധുക്കളെ കൊണ്ടും സൈൻ ചെയ്ത് മേടിച്ചതിന് ശേഷമാണ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വല്ല പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിനെതിരെ കംപ്ലൈന്റ് വരൂലേ? അപ്പൊ അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ ആണെന്നുള്ള രീതിയിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? എഴുതി മേടിക്കണം, മുൻകൂർ സമ്മതം മേടിക്കണം. പേഷ്യന്റിന്റെ ഒക്കെ ആണെങ്കിലും സമ്മതം ഇല്ലാതെ സർജറി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഫോംഡ് കോൺസ്റ്റന്റ് പ്രിയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, എക്സാമ്പിൾ സർജറി. നെക്സ്റ്റ് ഷാരോൺ. Second opinion from a proper To seek a second opinion from a proper clinician of patient choice of patient choice with a record and information provided by beginning provided by ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി നമുക്ക് പേഷ്യന്റ് ചോയ്സ് അനുസരിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി അവിടെ കൊടുക്കാം. പിന്നെ അടുത്ത നെക്സ്റ്റ് സുമിത്ര. To keep privacy, human dignity during treatment. ട്രീറ്റ്മെന്റ് സമയത്ത് പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി അന്തസ് ഇതൊക്കെ നമ്മൾ അവിടെ പാലിക്കണം. ഓക്കെ, പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിങ് ട്രീറ്റ്മെന്റ്. Next one, to non-discrimination about the treatment and behavior on the basis of disease like HIV. അടുത്ത പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിൽ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല, വിവേചനവും പാടില്ല. ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV പോലുള്ള ഡിസീസ് ഉള്ള ഇവർക്ക് ഡിസീസ് ഉണ്ട്, ആ ഒരു പേഷ്യന്റിനോട് വേറെ രീതിയിൽ പെരുമാറാൻ പാടില്ല. അങ്ങനെയുള്ള ഡിസീസ് HIV പോലുള്ള രോഗങ്ങളുള്ള പേഷ്യൻസിനോട് അങ്ങനെ എന്താണ് എല്ലാം തുല്യമായിട്ടുള്ള ഒരു ബിഹേവിയർ അവിടെ കാണിക്കണം എന്നുള്ളത്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV. ലാസ്റ്റ് പോയിന്റ് അതിനകത്ത് വരുന്ന 7th one, to try to find a redressal in the case of grievance
based on the service provided by the establishment to try to find a redressal. അതിനൊരു പരിഹാരം കാണണം. In the case of grievance, പരാതിക്കുള്ള ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കാണണം. അതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. എന്തെങ്കിലും കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനുടനടി അതിനൊരു റിഡ്രസൽ, ഒരു പരിഹാരം കൂടി കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി. ഇനി പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങളാണ്, പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നതാണ്, ജസ്റ്റ് ഒരു 5 പോയിന്റ് തന്നിട്ടുണ്ട്. പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഏറ്റവും ഇതാണ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ മതിയായിട്ടുള്ള നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് തന്നെ പറയണം എന്തൊക്കെ കാര്യങ്ങളാണ്, അവരുടെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലാണ് അതനുസരിച്ചുള്ള ഡിസീസ് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് വൺ, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഡോക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, ആ ട്രീറ്റ്മെന്റിലെ എക്സാമിനേഷൻ സമയത്തൊക്കെ ഡോക്ടറുമായിട്ട് സഹകരിച്ചു പോകുക, അസോസിയേറ്റ് ചെയ്യുക. അബൈഡ് ഓൾ ഇൻസ്ട്രക്ഷൻ, എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിക്കുക, അബൈഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കുക എന്നുള്ളത് ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അവർ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. ഓക്കെ, പേ ഹോസ്പിറ്റൽ അഗ്രീഡ് ഫീസ് ഓൺ ദ ടൈം. നെക്സ്റ്റ് ഒരു പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി, അഗ്രീഡ് ഫീസ്. ആ ഹോസ്പിറ്റലിൽ നിർദ്ദേശിക്കുന്ന ഫീസ് കറക്റ്റ് ആയിട്ട് തന്നെ പേ ചെയ്യണം. ബില്ലൊക്കെ കറക്റ്റ് സമയത്തൊക്കെ അടയ്ക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും ഡോക്ടേഴ്സിനൊക്കെ ഒരു നോബിലിറ്റി, ഒരു എന്താ കുലീനത, നല്ല രീതിയിൽ തന്നെ പെരുമാറുക. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാഫിന്റെ ഒക്കെ അടുത്ത വെറുതെകൾ നോച്ചപ്പാടൊക്കെ എടുക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പേഷ്യന്റിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഡോക്ടേഴ്സിനോടും മറ്റുള്ള സ്റ്റാഫിനോടും ഒക്കെ ഒരു റെസ്പെക്ട് കാണിക്കുക. ഓക്കെ, ഇതാണ് പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. 5 പോയിന്റ്സ് ആയിട്ടാ വരുന്നത് കേട്ടോ. Patient responsibilities. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം നോക്കി പോകാം. ലാസ്റ്റ് ഒരു ഇതും കൂടി വരുന്നുള്ളൂ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റീസില്? ഇല്ല. ഇനി നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് ആണ് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അപ്പൊ ഇന്ന് കൊണ്ട് തന്നെ റിവിഷൻ ചെയ്യാം. ഓക്കെ, റിവിഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കി ഈ ഒരു ചാപ്റ്ററിന്റെ. ജോബ് റെസ്പോൺസിബിലിറ്റി എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നാമത് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആട്ടോ. ഇതിനകത്ത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്ന് ചോദിക്കാം. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? മേക്ക് ഷുവർ ദാറ്റ് ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് എ ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു പേഷ്യന്റ്. അത് നോക്കിയേ, അപ്പൊ ഈ മെഡിക്കൽ സ്റ്റാഫ്, മെഡിക്കൽ ക്ലിനിക്കൽ ടീം ഒരു നല്ലൊരു കെയർ പേഷ്യന്റിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഞാൻ ഫുൾ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് പറയുള്ളൂ കേട്ടോ. ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു പേഷ്യന്റ്. പേഷ്യന്റിന് നല്ലൊരു കെയർ കൊടുക്കുന്നുണ്ട്, ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക.
ഇപ്പൊ നമ്മള് ഡയാലിസിസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലിനിക്കൽ ടീം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷുവർ ആക്കുക, ഉറപ്പാക്കുക. കറക്റ്റ് ആയിട്ട് തന്നെ അവരെല്ലാം ചെയ്യുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ സെക്കൻഡ് പോയിന്റ് ആണ് പേഷ്യന്റ് കെയർ, മാനേജ്മെന്റ്, നഴ്സിംഗ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്ലിനിഷ്യന്റെ പുറത്തുള്ള പ്രശ്നങ്ങള്, പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, പരിശോധിക്കുകയും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക. Examines and solve problems that fall out of the domain of the nurses, clinician, concern the patient care and management, and associate with other department and care providers. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും കെയർ പ്രൊവൈഡേഴ്സും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. അതൊക്കെ നമ്മൾ അന്ന് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തതാണ്. പിന്നെ നെക്സ്റ്റ് ഗ്യാദർ, അസസ് ആൻഡ് സ്ക്രീൻസ്, കൂട്ടിച്ചേർക്കുക, അസസ് ചെയ്യുക, വിലയിരുത്തുക, സംരക്ഷണം നൽകുക. Respond to a wide range of requests for the information from patients and other staff who represent different level of organization. ആ ഓർഗനൈസേഷൻ പല ഭാഗത്തു നിന്നുള്ള പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഫ്രം പേഷ്യന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ, അവർക്കുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക. അത് അതെന്തെങ്കിലും അതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അതൊക്കെ ഗ്യാദർ ചെയ്യുക, കൂട്ടിച്ചേർക്കുക. നെക്സ്റ്റ് ആണ് ഹെൽപ്പ് in development and implementation of discharge plan, including appropriate community service. Appropriate community service ആയിട്ട് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഡിസ്ചാർജ് പ്ലാൻസുകളൊക്കെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ആണ് ഒരു ഡിസിപ്ലിനറി ഹെൽത്ത് സെന്റേഴ്സ് ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വിഭവ വിനിയോഗത്തിന്റെ എഫക്റ്റീവ്നെസ് മാക്സിമം ആക്കാനായിട്ട് എന്ത് ചെയ്യണം, താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹെൽപ്പ് ഇൻ അസസ് ഇൻ ദ ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വസ്റ്റഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഒന്ന് സഹായിക്കുക. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ച് കുറെ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് അധികം ഞാൻ അങ്ങനെ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ല, റിവിഷൻ ആയതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, ഒന്ന് നോക്കുക കേട്ടോ. നമ്മൾ അന്ന് ഒക്കെ പഠിച്ചതൊക്കെ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കാണ് ലിങ്ക് ബി ഇൻ കോൺടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് ടീം ഇൻ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ, വർക്ക് ഇഗർലി ടു മാക്സിമം ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞത് ആദ്യം. ഒരു എഫക്റ്റീവ്നെസ്, ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതിന്റെ വിഭവ വിനിയോഗത്തിന്റെ എഫക്റ്റീവ്നെസ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ഇഗർലി to maximize the effectiveness of the resource utilization. പിന്നെ നെക്സ്റ്റ് ആണ് ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റി. ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കും ആ ഫെസിലിറ്റിയിൽ നിന്നും ആ ട്രാൻസ്പോർട്ടേഷന് പേഷ്യന്റിനെ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. മോണിറ്റർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രിപ്പയർ ഫയൽസ്, റിട്രൈവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റത്തില് ഫയലുകളും കീപ്പ് റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ് ഇതൊക്കെ എന്ത് ചെയ്യുക, തയ്യാറാക്കുകയൊക്കെ ചെയ്യുക, ടിക്കുക. റിട്രൈവ് എന്ന് വെച്ചാൽ വീണ്ടെടുക്കുക എന്നുള്ളത് കേട്ടോ. പ്രിപ്പയർ ഫയൽസ്, റിട്രൈവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റം. ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകൾ പ്രിപ്പയർ ചെയ്യുകയും വീണ്ടെടുക്കുകയും റെക്കോർഡും ഡോക്യുമെന്റ്സും ഒക്കെ അവര് കീപ്പ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് ആണ് അറ്റൻഡ് ഡെയിലി റൗണ്ട്സ് മീറ്റിംഗ് ടു ഡിസ്കസ് ഷെഡ്യൂൾ, പേഷ്യന്റ് റിക്വസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫക്ട് ആൻഡ് റിമൈൻഡേഴ്സ്. ഈ പേഷ്യന്റിന്റെ ഇതൊക്കെ പേഷ്യന്റ് റിക്വയർമെന്റ്, പേഷ്യന്റിന്റെ ആവശ്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ഉള്ള ശ്രമങ്ങള്, ഓർമ്മപ്പെടുത്തലുകള് എന്നിവയൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി റൗണ്ട്സുകളിലോ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കുക. ഇതൊക്കെ
ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഈ പോയിന്റ്സുകളൊക്കെ ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അദ്ദേഹം മീറ്റിങ്ങുകളിൽ ഡെയിലി റൗണ്ട്സുകളൊക്കെ വന്നിട്ട് പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുക. അപ്പൊ അതിനെയൊക്കെ എന്തെങ്കിലും പരിഹാരം അതൊക്കെ ഇന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള റൗണ്ട്സുകളിലും പിന്നെ എന്നിവ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി റൗണ്ട്സുകളിലും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ ഡയാലിസിസ്. ഇത് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് എക്സ്പാൻഡഡ് ഫോം വരുന്നതൊക്കെ നോക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈ നമ്മള് സൈറ്റുകൾ നോക്കുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് നോക്കുക. പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ 2 ടൈപ്പ് ഓഫ് ഡയാലിസിസ് വരുന്നുണ്ട്. അക്യൂട്ട് റീനൽ ഫെയിലിയർ വരുന്നുണ്ട്. ക്രോണിക് ഓർ എൻ സ്റ്റേജ് റീനൽ ഫെയിലിയർ വരുന്നുണ്ട്. ഓക്കെ, ഒരു 1-2 ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഒന്ന് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇത്രയൊക്കെ നമ്മൾ ആ ചാപ്റ്റർ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടല്ലോ. 1-2-3 ക്വസ്റ്റ്യൻ ഞാൻ തരാം, വേഗം നോക്കി. The clinical place in which treat the patients with renal failure. ഓപ്ഷൻസ് എഴുതണ്ട, ഞാൻ വായിക്കാം. കറക്റ്റ് മാത്രം എഴുതിയാൽ മതി നിങ്ങൾ. The clinical place in which treat the patients with the renal failure. Option A, health center. Option B, dialysis center. Option C, laboratory. Option D, none of the above. The clinical place. Dialysis center. Okay, very good. ആരാ പറഞ്ഞ ആൻസർ? Jasmine. ജാസ്മിൻ ആണ്. ഇപ്പൊ ജാസ്മിന്റെ പേടി മാറിയോ? കിട്ടുള്ള ആൻസർ? ഓക്കെ, നമ്മൾ അതാണ് ആ ചാപ്റ്റർ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? ഷിനുവിനൊക്കെ കിട്ടിയായിരുന്നോ ആൻസർ? കിട്ടി. ഓക്കെ. The clinical place in which treat the patient with the renal failure, dialysis center. Next question എഴുതിക്കോ. Which of the following options എഴുതണ്ട കേട്ടോ. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ, ബാക്കിയത് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. Which of the following is not included? ആൻസർ മാത്രം എഴുതിയാൽ മതി. Not included in the ആഫ്റ്റർ എഫക്ട്സ് ഓഫ് HD. ഹീമോഡയാലിസിസിന് ഷോർട്ട് ചെയ്ത് HD എന്നാണ് പറഞ്ഞേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് HD? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി ഓപ്ഷൻസ് നേരത്തെ പിടിച്ച് എഴുതിയ സമയം കളയണ്ട, ഓരോന്ന് വായിക്കാൻ ഞാൻ. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. ഓപ്ഷൻ എ, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. Option B, muscular spasm. Next option C, stoppage in your vascular access site. Option D, weight gain. Not included. Waiting area. Okay, very good. Jinu alla parne. Weight gain not included in the after effects of HD. ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഈ ഏതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് വന്നത്. ഹെർണിയ വരുന്നുണ്ട്, രണ്ടാമത്തെ വെയിറ്റ് ഗെയിൻ. അത് രണ്ടും പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്ന, ബാക്കിയെല്ലാം ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നതാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? നെക്സ്റ്റ് നിങ്ങൾക്ക് നിഷ് ടീച്ചർ അല്ലേ ക്ലാസ്? ഓക്കെ, നെക്സ്റ്റ് ഒരു 3-5 ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ബാക്കി ചെയ്യിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഇന്ന് തന്നെ ഇരുന്ന് വായിക്കാം. നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഒരുവിധം ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒന്നുകൂടി വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഭയങ്കര എളുപ്പമായിരിക്കും.
അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് തന്നെ വായിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററും കൂടി നിങ്ങളൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്, നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ വരിക. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് വരിക. പ്രിന്റ് നോട്ടില്ലേ, ജസ്റ്റ് വായിച്ചിട്ട് ക്ലാസ്സിൽ കയറുക. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വേഗം വേഗം ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലാസ് എന്ന് വായിച്ചിട്ട് ചെയ്തോട്ടെ. ജാസ്മിൻ അല്ലേ, അതിന് പേടിക്കൊന്നും വേണ്ട കേട്ടോ. എക്സാമിന് ഇതുപോലെ നമ്മൾ റിവിഷൻ തന്നെ ചെയ്യുമ്പോൾ റിവിഷൻ തന്നെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതെല്ലാവരും പറഞ്ഞു, നമ്മള് റിവിഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചത് തന്നെയാണ് വീണ്ടും ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതിന്റെ തന്നെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്, നിങ്ങളെ വായിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. എന്തായാലും പേടിക്കൊന്നും വേണ്ട, എക്സാം ഒക്കെ നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, എന്നാൽ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്നുള്ള ചാപ്റ്റർ എല്ലാവരും വായിച്ചിട്ട് ക്ലാസ്സിൽ കയറുക കേട്ടോ. ഓക്കെ, താങ്ക് യു.